സ്കൂളൊക്കെ എത്ര പെട്ടെന്നാണ് തുറക്കാറായല്ലേ. ഇനി 2 ആഴ്ചയും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോയി തുടങ്ങണം. അപ്പം നമുക്കിന്നൊരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്സ് ആയാലോ. ആദ്യം തന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ടൈം ടേബിളാണ്. സ്കൂളിൽ പോകുമ്പോൾ തന്നെ ആദ്യം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ടൈം ടേബിളാണല്ലോ അല്ലേ. അപ്പോൾ അതിനായി ആദ്യം തന്നെ ഒരു തിക്കായിട്ടുള്ള ചാർട്ടോ ഐവറി ഷീറ്റോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. തിക്കായിട്ടുള്ള പേപ്പർ എടുക്കാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഇയർ ലാസ്റ്റ് വരെ നമുക്ക് ഈ ടൈം ടേബിളല്ലേ, അപ്പോൾ അതുവരെയൊക്കെ ഇരിക്കണ്ടേ. അപ്പോൾ കുറച്ച് തിക്കൊക്കെ ആയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗ്രിഡാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഡിസൈൻ ചെയ്ത പേപ്പറിൻ്റെ പുറത്ത് വേറൊരു പേപ്പർ ഒട്ടിച്ച് അതിലാണ് ഞാൻ വരച്ച് എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്ത പേപ്പറിൽ തന്നെ ചെയ്യാം. എന്നിട്ട് ഇതുപോലൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ടൈം ടേബിളെന്ന് എഴുതി കൊടുത്തിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിക്ചേഴ്സൊക്കെ സൈഡിലൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചാൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ടേബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്തതായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത് ടു ഡു ലിസ്റ്റാണ്. അപ്പോൾ അതിനായി ഞാനിവിടെ പഴയ ബുക്കിൻ്റെ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 സൈസ് പേപ്പർ എടുക്കുക, അപ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ ഇതെടുത്തത് A4 സൈസ് പേപ്പർ ഇല്ലാത്തവർക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് A4 സൈസ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് ഇത് കാണിക്കുന്നത് പോലെ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ടു ഡു ലിസ്റ്റ് എന്നും കൂടെ എഴുതി കൊടുത്താൽ ടു ഡു ലിസ്റ്റ് റെഡിയായി. ഞാനിത് വെക്കാൻ വേണ്ടി പേപ്പറൊക്കെ കട്ട് ചെയ്ത് അതിൽ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ടു ഡു ലിസ്റ്റ് മാത്രം ഉണ്ടാക്കിയാലും മതി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് റെഡിയായി. അപ്പോൾ അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയിം സ്ലിപ്പാണ്. അപ്പോൾ അതിനായി ഏതെങ്കിലും തിക്കായിട്ടുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 4 എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് വരച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നേരെ എടുത്ത് നൈഫ് സ്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നെയിം, സബ്ജക്റ്റ്, സ്റ്റാൻഡേർഡ് എന്നൊക്കെ എഴുതി കൊടുത്താൽ നമ്മുടെ നെയിം സ്ലിപ്പും റെഡിയായി. ആ നെയിം സ്ലിപ്പിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ബോർഡറും കൊടുക്കണം കേട്ടോ. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻസിൽ ചാമാണ്. നമ്മുടെ പെൻസിലിൻ്റെ ബാക്കിലൊക്കെ വയ്ക്കുന്ന സാധനം. ഞാനിവിടെ വാട്ടർ മെലനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഏത് ഷേപ്പ് വേണമെങ്കിലും വെട്ടി ഇതുപോലെ ഉണ്ടാക്കാം. വാട്ടർ മെലൻ്റെ ഷേപ്പ് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒന്ന് കളർ ചെയ്തതും ഒന്ന് കളർ ചെയ്യാത്തതും. കളർ ചെയ്യാത്തതിൻ്റെ എൻഡിൽ ഇതുപോലെ സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കളർ ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെൻസിൽ ചാമും റെഡി. അടുത്തതായി നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് മാർക്കാണ്. സിമ്പിളായിട്ടൊരു ബുക്ക് മാർക്കാണ്. അപ്പോൾ അതിനായി ആദ്യം തന്നെ ഇതുപോലത്തെ ചെറിയ സൈസിൽ A4 സൈസ് പേപ്പറോ അതോ ഐവറി ഷീറ്റോ എടുക്കുക. ഞാനിവിടെ ഐവറി ഷീറ്റാണ് എടുത്തത്, കുറച്ച് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക.
ഇത്രയും ഫോൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ബുക്ക് മാർക്കും റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ സ്കൂൾ DIYസിൻ്റെ പാർട്ട് 2 വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.